നാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു നാമത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് പൽക്കാലം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിൻ്റെ അനുകൂലതയെ പറ്റിയും രണ്ട്, ചെറുതായിട്ട് ശിക്ഷാവിധിയെക്കുറിച്ചുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനാൽ ബൈബിൾ കൊണ്ടുവന്നിരിക്കുന്നവർക്കൊന്ന് വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും എന്നായിരിക്കുന്നു. ആദ്യം ഇന്ന് വായിച്ചതായ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന് 31-ാമത്തെ വാക്യം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. ദൈവം ഇന്ന് നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്ന ആരാണ്? നമുക്ക് ദോഷം ചെയ്യുന്ന ആരാണ്? അനേകരും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പറയുന്നവരാണ്, ജീവിതത്തിൽ ആരുമില്ല, കൂടെ ആരുമില്ല, ദൈവം മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അതിൽ എത്രമാത്രം യാഥാർത്ഥ്യം അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം പലർക്കും ഒരു ഉദാഹരണമായിട്ട് വലിയ രോഗങ്ങൾ വരുമ്പോൾ ഡോക്ടേഴ്സ് പറയും ചിലപ്പോൾ ഈ രോഗം ഇനി മാറില്ല, അല്ലെങ്കിൽ പല പ്രതിസന്ധികൾ വരുമ്പോൾ ഇനി അത് മാറില്ല എന്ന് പറഞ്ഞ സാഹചര്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് മാറിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അനുകൂലത നമുക്ക് അവിടെ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ഇപ്പോൾ നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം അത് എങ്ങനെയാണ് പോകുന്നത്, നല്ല രീതിക്കാണോ എന്ന് നാം തന്നെ പരിശോധിക്കണം. കാരണം വചനം പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിച്ച് നോക്കുവിൻ എന്ന് തിരുവചനം പറയാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നോ എന്ന്, കാരണം ദൈവത്തിൻ്റെ അനുകൂലതയിലാണോ നിങ്ങൾ ഇരിക്കുന്നത്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് നാം ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഒരു കാര്യവും മനുഷ്യന് മുമ്പിൽ നിലവിളിക്കാൻ പാടില്ല. നമ്മുടെ പ്രയാസങ്ങളായാലും എന്ത് വന്നാലും മനുഷ്യന് മുമ്പിൽ നമ്മുടെ ഒരു കാര്യവും നിലവിളിക്കാൻ പാടില്ല. നമുക്ക് സഹിക്കാൻ കഴിയാത്ത വേദനകൾ വരുമ്പോൾ, നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഭാരങ്ങൾ വരുമ്പോൾ അത് ദൈവസേനയിലായിരിക്കണം അർപ്പിക്കേണ്ടത്, ദൈവത്തിന് മുമ്പിലായിരിക്കണം. കാരണം ദൈവമാണ് നമുക്ക് അനുകൂലമെങ്കിൽ അതെല്ലാം നമുക്ക് പൂർണ്ണമായും മാറും. കാരണം റോമർക്ക് എഴുതിയ ലേഖനത്തിന് 8-ാം അധ്യായത്തിന് 37-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് പറയുന്നു. നമുക്ക് കഷ്ടങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും എന്ത് വന്നാലും നമുക്ക് ദൈവത്തിന് അനുകൂലത, നമ്മെ സ്നേഹിച്ചവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെയും പൂർണ്ണ ഒരു ജയം പ്രാപിക്കാൻ കഴിയും. സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും എന്ന് പറഞ്ഞു. അവിടെ ഈ ലോകം മൊത്തം നമുക്ക് എതിരായിക്കോട്ടെ, ആരും നമ്മെ വിട്ടുപോയിക്കോട്ടെ, പക്ഷെ ദൈവത്തിന് അനുകൂലത നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. എബ്രായരുടെ ലേഖനം 13-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ കർത്താവ് എനിക്ക് തുണ എന്നു ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇന്ന് ധൈര്യത്തോടെ നമുക്ക് ദൈവസേനയിൽ പറയാൻ കഴിയുമോ? ദൈവം നമുക്ക് തുണയാണ്, ദൈവം നമ്മുടെ കൂടെയുണ്ട്, ഞാൻ ഈ പ്രതിസന്ധികളിൽ ഭയപ്പെടുകയില്ല, വിശ്വാസത്തോടെ തന്നെ ഇരിക്കും എന്ന് നമുക്കിന്ന് ഉറപ്പോടെ പറയാൻ കഴിയുമോ എന്ന് നാം തന്നെ ചിന്തിച്ച് നോക്കണം. റോമർക്ക് യോഹന്നാൻ 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. ഇന്ന് നാം ദൈവസേനയിൽ സത്യത്തിൽ നടക്കണം. ദൈവത്തിൻ്റെ സത്യത്തിലും ദൈവത്തിൻ്റെ കൂടെയും നമ്മൾ നടക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം ദൈവത്തിനുമില്ല. ദൈവം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ദൈവത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ അനുസരിച്ച്, കൽപ്പനകൾ അനുസരിച്ച് ദൈവസേനയിൽ നടക്കണം എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. കാരണം ശദ്രക് മേശക് അബേദ്നേഗോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീച്ചൂളയിൽ അവർ ഇട്ടപ്പോഴും അവർ വെണ്ടുപോയില്ല. കാരണം ദൈവത്തിന് അനുകൂലത അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടപ്പോഴും സിംഹം മാറി നിൽക്കുകയുണ്ടായത്, അല്ലാതെ സിംഹം ആക്രമിക്കുകയുണ്ടായില്ല. കാരണം ദൈവത്തിന് അനുകൂലത അവിടെ ദാനിയേലിനെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്ത് വലിയ പ്രതിസന്ധികൾ വന്നാലും, എന്ത് വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഈ ലോകത്തിൽ ഉണ്ടായാലും ദൈവത്തിന് അനുകൂലത മാത്രം മതി നമുക്കതിൽ പൂർണ്ണ വിജയം പ്രാപിക്കാൻ. നമുക്ക് ഉൽപ്പത്തി 6-ാം അധ്യായം 8-ാം അധ്യായത്തിൽ പറയുന്നു, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അവിടെ യഹോവയുടെ ഒരു അനുകൂലത അവിടെ നോഹയ്ക്ക് ഉണ്ടായതിനാൽ ലോകത്തെ ജലപ്രളയം വരുത്തി ലോകം മൊത്തം നശിച്ചു. എന്നാൽ നോഹയ്ക്കും അവൻ്റെ കുടുംബവും അതിൽ കൂടെ അതിജീവിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്ര വലിയ പ്രളയം വന്നാലും, വലിയ മല പോലും നമ്മുടെ മുമ്പിൽ വന്നാലും ദൈവത്തിന് അനുകൂലത, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവയെല്ലാം നീങ്ങിപ്പോവുക തന്നെ ചെയ്യും. നമ്മൾ അതിൽ അതിജീവിക്കുക തന്നെ ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. അബ്രഹാമിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കി മാറ്റി ദൈവം. കാരണം അബ്രഹാം ദൈവസന്നിധിയിൽ ദൈവത്തിൽ അത്രമാത്രം വിശ്വസ്തനും ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കി മാറ്റി. ഇന്ന് അനേക മൂപ്പന്മാരും പാസ്റ്റർമാരും ഈ ലോകത്തുണ്ടെങ്കിലും
പണ്ട് പൂർവ്വ പിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ച രീതിയിലോ അല്ലെങ്കിൽ അവരനുസരിച്ച രീതിയിലോ ഇന്ന് ആരും നടക്കുന്നില്ല. എല്ലാവരും ഇന്ന് അവരുടെ ഇഷ്ടത്തിനും അവർ പറയുന്ന കാര്യങ്ങളിലാണ്. അല്ലാതെ വചനം അനുസരിച്ചൊന്നും നടക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. കാരണം വചനത്തിൽ പറയുന്നു, ദൈവം സ്വർഗ്ഗത്തിൽ നോക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവരും അവനെ വിശ്വാസത്തോടെ നോക്കുന്നവർ ആരും ഉണ്ടോ എന്ന്. പക്ഷെ ആരും കാണുവാനില്ല എന്നാണ് ദൈവം പറയുന്നത്. ഇന്ന് ആരും തന്നെയും ദൈവത്തെ പൂർണ്ണമായി വിശ്വസ്താൽ ആരാധിക്കുന്നവരും അല്ലെങ്കിൽ അങ്ങനെ ആരുമില്ല. എല്ലാവർക്കും ദൈവസേനയിൽ വരണം, പല ആഗ്രഹങ്ങളും നേടിയെടുക്കണം, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് വേണ്ട എന്ന രീതിയിലാണ് അനേകരും ഇന്ന് ദൈവസേനയിൽ വന്നു പോകുന്നത്. നമുക്ക് ദൈവത്തിന് ഏറ്റവും കൂടുതൽ മനുഷ്യന് താല്പര്യം വന്നതായിട്ട് കാണിക്കുന്നത് മത്തായിൻ്റെ ലേഖനത്തിലാണ്. അവിടെ മരണവേദനയാൽ എൻ്റെ ഉള്ളം പൊള്ളും, നിങ്ങൾ എൻ്റെ അടുക്കൽ ഇരിക്കുന്നെന്ന് മത്തായി 26:34 പറഞ്ഞു. ദൈവത്തിന് അന്നേരം ഒരു ആൾക്കാരുടെ ആവശ്യം അവിടെയുണ്ട്. കാരണം അത്രമാത്രം മരണവേദനയാൽ ദൈവം പ്രയാസപ്പെടുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം എൻ്റെ അടുത്ത് വന്നിരിപ്പിൻ എന്ന് പറയുന്നു. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരവിടെ ഇരുന്ന് ദൈവം പ്രാർത്ഥിച്ച് വന്ന ശേഷം അവർ ഉറങ്ങുന്നതായി കണ്ടു. ഇന്ന് ദൈവം നമ്മളോട് അതാണ് ചോദിക്കുന്നത്. ഒരു നിമിഷമെങ്കിലും നിങ്ങൾക്ക് എൻ്റെ സന്നിധിയിൽ വന്ന് ഇരിപ്പാനോ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇരിക്കാനോ കഴിയുന്നില്ലേ എന്ന് ദൈവം ഇന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. അനേകരും ഇന്ന് ശിശുമാരെ പോലെ തന്നെ ഉറങ്ങുകയാണ്. ദൈവത്തിൻ്റെ കൂടെ ഇരിപ്പാനോ ദൈവത്തിന് അടുത്തിരിപ്പാനോ അവർക്ക് കഴിയണില്ല. ആർക്കും ദൈവത്തിന് അനുകൂലതയോ ദൈവത്തിൻ്റെ കൂടെ ഇരിപ്പാനോ ആർക്കും താല്പര്യമില്ല. അനേകരും ഇന്ന് കടന്നുറങ്ങുകയാണ്. കാരണം അവർക്ക് ദൈവത്തിന് ആവശ്യമില്ല. കാരണം കിട്ടുന്നതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവത്തിന് ആവശ്യം ഇപ്പോൾ ഇല്ല. കാരണം അനേകർക്കും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഹബക്കൂക്കിൻ്റെ കഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹബക്കൂക്കിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട്, യഹോവ എത്രത്തോളം ഞാൻ അയ്യോ വിളിക്കുന്നു, നീ കേൾക്കാതിരിക്കുന്നു ചെയ്യുന്നു. ഇവിടെ ഹബക്കൂക്കിൻ്റെ കഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹബക്കൂക്ക് ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ ഒരു പ്രവാചകനായിരുന്നു. അവിടെ ഹബക്കൂക്കിന് നല്ലൊരു ശ്രേഷ്ഠമായ കാലമുണ്ടായിരുന്നു. അന്ന് ഹബക്കൂക്ക് ദൈവത്തോട് നിലവിളിച്ചു. പക്ഷേ ഹബക്കൂക്കിൻ്റെ പ്രാർത്ഥനകൾ ദൈവം അങ്ങനെ കേട്ടില്ല. അന്ത്യകാലമായപ്പോൾ ഹബക്കൂക്ക് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഈ അന്ത്യകാലത്ത് നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോകുന്നു, എന്ത് വലിയ അത്ഭുതമാണ് നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകണേ എന്ന് നമുക്ക് ഹബക്കൂക്കിൻ്റെ 5-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ ആരും വിചാരിച്ചില്ല ഹബക്കൂക്കിന് അത്ര വലിയൊരു അത്ഭുതം നടത്തുമെന്ന്. കാരണം ദൈവം അവിടെ പറയുന്നുണ്ട്, മുമ്പേ ഞാൻ നിന്നോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ നീ വിശ്വസിക്കില്ലായിരുന്നു. പക്ഷെ അന്ത്യകാലത്ത് നടക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ദൈവം അവിടെ ഹബക്കൂക്കിന് ഒരു വലിയൊരു അത്ഭുതം അവിടെ നടത്തിച്ചിട്ടുണ്ട്. അത് 6-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇത് നാമം അതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ചിലപ്പോൾ നമുക്ക് ചില സന്ദർഭങ്ങളിൽ ഒന്നും ലഭിച്ചില്ല എന്ന് വരും. പക്ഷെ അവസാന കാലഘട്ടത്തിൽ അവസാന സമയത്ത് നമുക്ക് അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണ് എന്ന് ദൈവത്തിന് മനസ്സിലായാൽ അത് നടക്കുക തന്നെ ഉണ്ടാവും. കാരണം അവിടെ നമുക്ക് ദൈവത്തിന് അനുകൂലത നമുക്ക് കാണാൻ കഴിയും. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ദൈവത്തിൻ്റെ അനുകൂലത തന്നെയാണ്. ദൈവത്തിന് അനുകൂലത ഇല്ലെങ്കിൽ നമുക്കിന്ന് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയില്ല. കാരണം ദൈവത്തിന് അനുകൂലത ഇല്ലെങ്കിൽ അവൻ തോറ്റുപോകുക തന്നെ ചെയ്യും. മറിച്ച് ദൈവത്തിന് അനുകൂലത ഉണ്ടെങ്കിൽ അവൻ ഉയർക്കുക തന്നെ ചെയ്യും. കാരണം ദൈവത്തിന് അനുകൂലത അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണ് വചനത്തിൽ. അത് ഹബക്കൂക്കിൻ്റെ കാര്യം മാത്രമല്ല, നമുക്ക് അബ്രഹാമിനെ നോക്കി കഴിഞ്ഞാലും അവസാന കാലഘട്ടത്തിലാണ് ഇസ്ഹാക്ക് ജനിക്കുന്നത്. കാരണം കുട്ടികൾ ജനിക്കുന്ന ഒരു കാലം കഴിഞ്ഞുപോയി. അവസാന സമയത്താണ് അബ്രഹാമിന് ഒരു മകൻ ജനിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത്, നമുക്ക് അവസാന കാലഘട്ടത്തിലായിരിക്കും ചിലപ്പോൾ ദൈവം ചിലതൊക്കെ നമുക്ക് പ്രവർത്തിക്കുക. അപ്പോൾ ഇപ്പോൾ ലഭിച്ചില്ല, ഇനി ലഭിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിരിക്കുകയല്ല, മറിച്ച് നമുക്ക് അന്ത്യകാലത്ത് ലഭിക്കും എന്നൊരു രീതിയിൽ തന്നെ നമുക്ക് ജീവിക്കുക തന്നെ വേണം. നമുക്ക് ചില വെളിപ്പാടുകൾ നോക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ദൂതുകൾ എന്ന് പറയുന്നത് പല രീതികളിലാണ്. ഇപ്പോൾ മക്കൾ വിദേശത്തെത്തും, മരുമക്കൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് ഇന്നത്തെ ദൂതുകൾ. വചനത്തിലൊരു ദൂതുണ്ട്, ഹാനോക്കാണ് ഇവിടെ ദൂത് പറയണത്. യൂദയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യത്തിലാണ്, ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരും വിധിപ്പാൻ പോകുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അന്ത്യകാലത്ത് വരുമ്പോൾ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന് ന്യായപ്രമാണത്തിൽ നടന്നില്ലെങ്കിൽ സകല എണ്ണത്തെയും വിധിച്ചു കളയും എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഇസ്രായേൽ മക്കളുടെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ദൈവം അത്രയും കഷ്ടപ്പാടുകളിൽ നിന്ന് അധ്വാനിച്ച് വന്നിട്ടും അവർ പെരുവിട്ടു. ദൈവത്തെ അവരെ അനുസരിച്ചില്ല. അവരെല്ലാത്തെയും ഒന്നുപോലും ഇല്ലാതെ നശിപ്പിച്ചു കളഞ്ഞു. മഹാപ്രളയം വന്നപ്പോഴും നോഹയും കുടുംബത്തെയും മാത്രമാണ് ദൈവം അവിടെ രക്ഷിച്ചത്. ബാക്കി എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞു. കാരണം അന്ന് ദൈവത്തിന് അനുകൂലത ആരിനൂടെ ഉണ്ടായിരുന്നില്ല, അവരുടെ കൂടെ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ആദം ഇവിടെ 7-ാമൻ ഹാനോക്ക് പറയണത്, മാനസാന്തരപ്പെട്ട് വന്നില്ലെങ്കിൽ ദൈവത്തെ അനുസരിച്ചിരുന്നില്ലെങ്കിൽ ന്യായവിധി വരുമ്പോൾ സകലത്തെയും നശിപ്പിച്ച് കളയും. ഇന്ന് അനേകരും പണ്ട് സ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നത്
ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വാത്സല്യം ഒരുക്കാൻ പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അവിടെ വാത്സല്യം ഉണ്ട് എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ ദൈവന്യായപ്രമാണം അനുസരിച്ചും ദൈവത്തിൽ ആചരിച്ചും നടക്കാത്ത ഒരു മനുഷ്യനും സ്വർഗ്ഗരാജ്യത്തിൽ കയറില്ല. കാരണം എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നതല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന അത്രേ സ്വർഗ്ഗരാജ്യത്തിന് അവകാശി എന്നാണ്. ദൈവത്തിന് ഇഷ്ടം ചെയ്യണം. ദൈവത്തിന് ഇഷ്ടം എന്നത് ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളാണ്. ആ കൽപ്പനകൾ അനുസരിച്ച് ആ കൽപ്പനകളെ ആചരിക്കുന്നവർ മാത്രമേ സ്വർഗ്ഗരാജ്യത്തിൽ കയറുള്ളൂ. സ്നാനപ്പെട്ടത് കൊണ്ടോ പ്രസംഗിച്ചത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ തിരത്താഴം എടുത്തതുകൊണ്ടോ സ്വർഗ്ഗരാജ്യത്തിൽ പോകില്ല. മറിച്ച് വചനം അനുസരിച്ച് അന്നത്തെ പൂർവ്വ പിതാക്കന്മാർ നടന്ന പോലെ വചനം അനുസരിച്ച് ദൈവത്തെ ഉള്ളിൽ കൊണ്ട് നടന്നാൽ മാത്രമേ സ്വർഗ്ഗരാജ്യത്തിന് അവകാശികളാകുള്ളൂ. അല്ലാതെ ഒരു കാര്യത്താലും സ്വർഗ്ഗരാജ്യത്തിൽ കയറാൻ കഴിയില്ല. അതിനാൽ തന്നെ ന്യായവിധി വെളിപ്പാട് ലേഖനത്തിൽ പറഞ്ഞ പോലെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ തെറ്റ് ഞാൻ നിന്നിൽ കണ്ടു, മാനസാന്തരപ്പെട്ട് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവിൻ എന്ന് പറയുന്നുണ്ട്. ഇന്ന് മാനസാന്തരപ്പെടേണ്ട സമയമാണ്. ആരെങ്കിലും മാനസാന്തരപ്പെടാത്തവരുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് ദൈവസേനയിൽ വന്ന് ദൈവത്തോട് കൂടെ ഇരിപ്പാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അനേകർക്കും ദൈവാലയത്തിൽ കടന്നതിന് സമയമില്ല. പലവർക്കും കല്യാണം അത് ഇത് എല്ലാം ഉണ്ട്. എല്ലാവർക്കും ആ രീതികളിലാണ് എല്ലാവരും പോകുന്നത്. നമ്മളെല്ലാവരും പോകണം തന്നെയാണ്. പക്ഷേ ദൈവത്തെ മറന്നുകൊണ്ടാകരുത്. ജഡികമായ മോഹങ്ങളല്ല, മറിച്ച് ആത്മീകമായ മോഹങ്ങളാണ് നമ്മൾ മുന്നോക്കം നോക്കേണ്ടത്. കാരണം ഈ ജഡികമായ മോഹങ്ങളെല്ലാം ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവസാനിക്കും. മറിച്ച് ദൈവം മാത്രമാണ് നിത്യന്തൻ, ദൈവം മാത്രമാണ് അവസാനം വരെ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ ഓർക്കണം. ഈ കല്യാണം എന്തായാലും അവസാനമാകുമ്പോൾ എല്ലാം തീരും. പക്ഷേ ദൈവത്തിൻ്റെ വചനമോ ദൈവമോ ഒരിക്കലും തീരില്ല. അതിനാൽ നമ്മൾ ആദ്യം അനുസരിക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തെ മറന്നുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകരുത്. ഏത് വലിയ മഹാരോഗം വന്നാലും ഏത് വലിയ ദുഃഖം വന്നാലും ദൈവത്തിന് അനുകൂലത നമുക്കുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം മാറും. കാരണം അവങ്കിലേക്ക് നോക്കിയാൽ പ്രകാശിതയുടെ മുഖം ലജിച്ച് പോയതുമില്ല എന്ന് വചനം പറയുന്നു. നമ്മൾ അവങ്കിലേക്ക് നോക്കിയാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, അവനിലാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ നമ്മുടെ സകല രോഗവും നമ്മുടെ സകല ദുഃഖവും മാറും. കാരണം വചനത്തിൽ തന്നെ അനേകർക്കും മാറിയതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അനേക സ്ത്രീകളായിക്കോട്ടെ ആണുങ്ങളായിക്കോട്ടെ എല്ലാവർക്കും, കുരുടനെ കാഴ്ച കിട്ടിയതായിക്കോട്ടെ മരിച്ചവർ ഉയർപ്പിച്ചായിക്കോട്ടെ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അതെല്ലാം. ഇന്ന് കണ്ണ് കാണാത്ത ഒരാൾക്ക് കണ്ണ് കിട്ടണമെങ്കിൽ കണ്ണിന് പുതിയ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പക്ഷെ അന്ന് ദൈവത്തിന് ഒരു വാക്കുകൾ മാത്രം മതിയായിരുന്നു, ദൈവത്തിൻ്റെ കരം മാത്രം മതിയായിരുന്നു. ഇന്നത് നടക്കില്ല. കാരണം ഇന്ന് അത്രമാത്രം വിശ്വാസമോ ഇന്ന് അത്രമാത്രം ഉറപ്പോ ഇന്ന് ദൈവസേനയിൽ ആർക്കുമില്ല. കാരണം അന്നത്തെ കാലത്തിൽ ദൈവത്തെ അത്രമാത്രം ഉറപ്പുണ്ട്. ദൈവസേനയിൽ വന്നാൽ എനിക്ക് കിട്ടും, ദൈവം എനിക്ക് ചെയ്യും എന്ന ഉറപ്പും വിശ്വാസതയും അന്നത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. ഇന്ന് പാസ്റ്റർ എന്ത് പറയുന്നു അത് കേൾക്കും, പോകും. അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അന്ന് അപ്പോസ്തലന്മാർ അവിടെ പ്രസംഗിക്കുന്ന സമയത്ത് ആ പ്രസംഗം കേട്ട് അവർ വീട്ടിൽ ചെന്ന് ആ വചനം വായിച്ച് അത് ഉറപ്പാണോ എന്ന് വരുത്തിയിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സഭകളെക്കുറിച്ച് വചനത്തിൽ പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്തിൽ അങ്ങനെയില്ല. ഇന്ന് പ്രസംഗം കേൾക്കും, വെളിയിലിറങ്ങിയാൽ തോന്നിയ പോലെ നമ്മൾ നടക്കും. അതാണ് ഇന്നത്തെ രീതികൾ. ഉൽപ്പത്തിയിൽ പറയുന്നു അന്ന് യഹോവയുടെ ആരാധന തുടങ്ങി. അന്ന് യഹോവയുടെ ആരാധന തുടങ്ങി, യഹോവ എല്ലാവരും ആരാധിച്ചു. ആരാധന കഴിഞ്ഞ് വെളിയിറങ്ങിയപ്പോൾ അവർക്ക് തോന്നിയ പോലെ നടന്നു, പല കാര്യങ്ങളും ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിലും അത് തന്നെയാണ് നടക്കുന്നത്. ആരാധിക്കാൻ വരും, നമ്മൾ ചിലതൊക്കെ വചനത്തിൽ നിന്ന് കേൾക്കും, ശരിയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജഡികമായ മോഹങ്ങളായി, നമുക്ക് തോന്നിയ പോലെ നടപ്പായി. അങ്ങനെ ദൈവത്തെ വേണ്ട, ദൈവത്തിന് അനുകൂലതയും വേണ്ട, ആരും വേണ്ട, ജഡികമായ മോഹങ്ങൾ മാത്രം മതി എന്ന രീതിയിലാണ് ഇന്ന് നമ്മുടെ പോക്കുകൾ പോകുന്നത്. ഞാൻ ഒരുപാട് നേരം എടുക്കില്ല. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു. ഉൽപ്പത്തിയിൽ തന്നെ പറയുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടലിലെ മണൽത്തരികളെ പോലെയും അത്യന്തമായി വർദ്ധിപ്പിക്കുമെന്ന്. ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സകലവും കിട്ടും. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കുന്നതോടൊക്കെ നിങ്ങൾക്ക് സകലവും ലഭിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് അവൻ്റെ സന്നിധിയിൽ വന്ന് അവനെ ആരാധിച്ചാൽ നമുക്ക് സകലവും ലഭിക്കും. പക്ഷെ നമുക്കിന്ന് ആരാധിക്കാൻ സമയം കിട്ടുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഈ സഭ എന്നത് പണ്ട് തൊട്ട് തുടങ്ങിയപ്പോൾ ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. ഇതുപോലെ കസേരകൾ ഒഴിഞ്ഞു കിടക്കുകയോ ആ ഓഡിറ്റോറിയത്തിൽ കിടന്ന മേശയായിരുന്നു ഇവിടെ കടന്നത് പണ്ട് കാലത്ത്. അത് ഫുള്ളും ആളുകൾ ഉണ്ടായിരുന്നിട്ടും വെളിയിൽ ആളുകൾ ഇരുന്ന ചരിത്രം ഈ സഭയ്ക്കുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ 2 വരെ 3 വരെ കസേര ഇട്ടിട്ട് പോലും ആളുകൾക്ക് വരാൻ താല്പര്യമില്ല. കാരണം അവർക്കിന്ന് ദൈവത്തെ ആവശ്യമില്ല, ദൈവത്തെ അറിയുവാനോ ദൈവത്തിന് അടുക്കിലേക്ക് വരുവാനോ താല്പര്യമില്ല. പല കാര്യങ്ങളുണ്ട്. ഇന്ന് സഹോദരന്മാർ അപ്പുറം ഇപ്പുറം കണ്ടു കഴിഞ്ഞാൽ ശത്രുതയാണ്. പല സഭകളിലും പല പരദോഷങ്ങളാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ശരിക്കും മോഹിക്കരുത്, മോഷിക്കരുത്, പരദോഷണം പറയരുത്, അങ്ങനെ അനേക കൽപ്പനകളുണ്ട്. പക്ഷെ ഇന്ന് ആരും അനുസരിക്കണില്ല. പല അമ്മച്ചിമാരൊക്കെ ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ വലിയ ഹല്ലേലൂയയും സ്വതന്ത്രം പറച്ചിലാണെങ്കിലും വെളിയിലിറങ്ങി കഴിഞ്ഞാൽ പരദോഷമായിരിക്കും. വായ മൊത്തം പരദോഷണം പറച്ചിലാണ്. അപ്പോൾ അനുസരിക്കുന്ന ആരും ഇന്ന് ദൈവസന്നിധിയിൽ ഇല്ല. കാരണം
ദൈവത്തിന് പ്രമാണം അനുസരിക്കുക എന്നത് അത്ര വലിയ കാര്യമാണ്. നിന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കരുതെന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പലിശയ്ക്ക് കൊടുക്കുന്ന ആരെങ്കിലും ഇല്ലാത്തതുണ്ടോ? എല്ലാവരും ഇന്ന് ഇഷ്ടംപോലെ ബാങ്കുകളുണ്ട്. ആ ബാങ്കുകളിൽ ലക്ഷങ്ങളും കോടികളുണ്ട്. അത് ഇൻട്രസ്റ്റ് മേടിച്ചുകൊണ്ടിരിക്കുന്നു. അതും തെറ്റാണ്. വചനപ്രകാരം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ പലതും അവസാനിപ്പിക്കേണ്ടി വരും. ഉൽപ്പത്തിയിൽ 2 ഭാര്യമാരെ എടുത്തവരെ പറയണ്ടല്ലോ. ഇവിടെ ഒരു ഭാര്യ തന്നെ നോക്കാൻ കഴിയാത്ത ആളുകൾ പലതും ഉണ്ട്. കുറ്റം പറച്ചിലും പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, തോന്നിയ പോലെ നടപ്പായിരുന്നു. പണ്ട് 2 ഭാര്യമാരെ എടുത്ത് 2 പേരെ എടുത്തു എന്നൊക്കെ കാണിക്കുന്നത്. അപ്പം ഇന്ന് ഒരാളുള്ളപ്പോൾ തന്നെ അവരെ കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ അവരെ അനുസരിപ്പിക്കാൻ പോലും പലർക്കും കഴിയണില്ല. അപ്പോൾ 2 പേരെ തന്നെ എങ്ങനെ നോക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയാണ്, തോന്നിയ പോലെ ആയിരുന്നു അന്നത്തെ കാലത്തിൽ ദൈവത്തെ ആരാധിച്ചത്. ഇന്ന് കാലവും അങ്ങനെ തന്നെയാണ്. നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ അനേക മൂപ്പന്മാരെയൊക്കെ ജീവനോടെ കത്തിക്കുന്നതും കൊല്ലുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ശദ്രക്ക് മേശിനെ തീച്ചുള്ളിൽ ഇട്ടില്ലേ, അവരെന്തുകൊണ്ട് വെന്തു പോയില്ല? കാരണം അവിടെ നോക്കി കഴിഞ്ഞാൽ അവരത്രമാത്രം ദൈവത്തിൽ ഉറപ്പുള്ളവരായിരുന്നു. ദൈവത്തിൻ്റെ അനുകൂലത അത്രമാത്രം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആർക്കും അതില്ല. കാരണം ഇന്ന് പലരും പണത്തിന് വേണ്ടിയാണ് ദൈവത്തെ അറിയാൻ വരുന്നത്. പല സഭകൾ ഇന്ന് പണത്തിന് വേണ്ടിയാണ് പോകുന്നത്. അനേകരും പാവപ്പെട്ടവൻ്റെ വീട്ടിൽ പോകും, ഫോട്ടോ എടുക്കും, വിദേശത്ത് സാഹിബിന് അയക്കും, പണം മേടിക്കും, എന്നിട്ട് പാസ്റ്ററിൻ്റെ അക്കൗണ്ടിലായിരിക്കും മൊത്തം പോവുക. 10 200 പാവപ്പെട്ടവർക്ക് പോയാൽ പോയി എന്ന് പറയാം. അങ്ങനത്തെ രീതികളാണ് ഇന്നത്തെ സഭകൾ മുന്നോട്ട് പോകുന്നത്. ആർക്കും ദൈവത്തെ വേണ്ട, എല്ലാവർക്കും ഇന്ന് പണം മതി. കാരണം ഒരു കാര്യമുണ്ട്, ഈ പണം കത്തിച്ച് കളഞ്ഞാൽ കത്തിപ്പോകും. പക്ഷേ ദൈവവചനം അങ്ങനെയല്ല. ദൈവവചനം ഒരിക്കലും അവസാനിക്കില്ല. നിങ്ങൾ എത്രമാത്രം കത്തിക്കണോ അത്രമാത്രം കൂടുക മാത്രമാണ് ദൈവവചനം നടക്കുന്നത്. അപ്പോൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം. ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തിൽ കുറച്ചുകൂടെ ഉറപ്പുള്ളവരായി വലിയ ആത്മീയ നിറവോടെ നിങ്ങൾ ജീവിക്കണം. അനേക കൽപ്പനകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അനേക കൽപ്പനകളുണ്ട്. പക്ഷെ അതൊക്കെ അനുസരിക്കുക എന്നത് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണമല്ല. കാരണം ദൈവവചനം പ്രമാണിച്ച് നടക്കണമെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ സകലവും കളയേണ്ടി വരും. ആർക്കും കളയില്ല. കാരണം കോടിക്കണക്കിന് പണമൊക്കെ കളയണം പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അത്രമാത്രം നമ്മൾ അധ്വാനിച്ചാണ്. 2 നില വീട് കളയണം പറഞ്ഞാൽ നടക്കില്ല. അങ്ങനെ അനേക കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തെ വചനം അനുസരിക്കണമെങ്കിൽ, ദൈവവചനത്തെ പ്രമാണിച്ച് നടക്കണമെങ്കിൽ വളരെ കഷ്ടപ്പാട് തന്നെയാണ്. പക്ഷെ അതനുസരിച്ച് നടന്നാൽ അന്ത്യകാലത്ത് നമുക്കൊരു കിരീടം കിട്ടും. ആ കിരീടത്തിന് വേണ്ടി നമ്മൾ ഇന്ന് ഈ ജഡികമായ മോഹം കളഞ്ഞാൽ നമുക്ക് വലിയൊരു നേട്ടമാണ് സ്വർഗത്തിൽ കിട്ടുക. ആ ഉറപ്പ് ഇന്ന് ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഉറപ്പോടെ വരാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ കല്യാണം മരണത്തിനൊക്കെ പോകണത് നല്ല തന്നെയാണ്. പക്ഷേ ഈ മേശ വിട്ടോ ഈ തിരുത്താഴം വിട്ടോ ആകരുത് അതിനുള്ള പോക്ക്. കാരണം പല കാര്യങ്ങളുമുണ്ട് ദൈവവചനത്തിൽ. മദ്യപിക്കരുതെന്നും വിഗ്രഹത്തെ ആരാധിക്കരുതെന്നും ഒക്കെ പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ അനേക കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഇന്ന് അനുസരിച്ച് നടക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യന് നടക്കുന്ന കാര്യമല്ല. പല കാര്യങ്ങളിലും വചനം അത്രമാത്രം കട്ടിയാണ്. പക്ഷെ ഇത് നമ്മൾ അനുസരിച്ച് നടന്നാൽ നമുക്ക് കിട്ടാവുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിൽ നമ്മൾ ചെല്ലുക എന്നത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോകുന്നു. വേറെ ഞാൻ ഒരുപാട് നേരം എടുക്കില്ല, കാരണം എനിക്ക് അത്രയൊന്നും പറയാൻ കിട്ടില്ല. അപ്പോൾ ദൈവസേനയിൽ ഒരു കാര്യം പറയാം, ഉറപ്പോടെ ആയിരിക്കാൻ ശ്രമിക്കുക, വിശ്വാസത്തിലിരിക്കുക, ഞായറാഴ്ചകളിൽ ദൈവസഭയിൽ വരാൻ ശ്രമിക്കുക പരമാവധിയും. കാരണം ഇത്രമാത്രം നിങ്ങളെ കുടുംബത്തെയും നിങ്ങളെയും തലമുറയൊക്കെ ദൈവം ഇത്രമാത്രം അനുഗ്രഹിച്ചു. അപ്പോൾ ആ ദൈവത്തിന് നിങ്ങൾ മറിച്ചൊരു സ്നേഹം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ട് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. പല കുടുംബങ്ങൾ ഇപ്പോൾ രോഗത്തിലായിരിക്കുന്നവരുണ്ട്, രോഗം വിട്ടുമാറാത്ത കുടുംബങ്ങളുണ്ട്. അതിൻ്റെ കാരണങ്ങൾ അവരിപ്പോഴും ദൈവസേനയിൽ ഉറപ്പോടെ ഇരിക്കണില്ല എന്ന് തന്നെയാണ്. ദൈവത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മാറാത്തതായിട്ട് ഒന്നുമില്ല, ഒറ്റ കാര്യവുമില്ല. അത് വചനം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. മാറാത്ത രോഗങ്ങൾ അടക്കം മാറ്റിയ ചരിത്രം ബൈബിളിലുണ്ട്. ഇതൊന്നും ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യനോട് പോയി പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം വിശ്വസിക്കാൻ കഴിയാത്ത അത്രയ്ക്കും അത്ഭുതങ്ങൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ നമുക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് മരിക്കുക എന്നത് ഇന്ന് ഈ ലോകത്ത് ആർക്കും കഴിയില്ല. നമുക്ക് ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്ര ആൾ ഈ ലോകത്തിന് മൊത്തം വേണ്ടിയിട്ട് അവസാനത്തുള്ളിൽ രക്തം വരെ ചൊരിഞ്ഞ് മരിക്കുക എന്നത് ഇന്ന് ഈ ലോകത്ത് ആർക്കും കഴിയില്ല. പക്ഷെ അത് ദൈവം ചെയ്തു. അത്രമാത്രം നമ്മെ സ്നേഹിച്ച ദൈവത്തെ ഒരു നാഴിക പോലും നിങ്ങൾക്ക് ആരാധിപ്പാൻ വരാൻ സമയമോ ആരാധിക്കാനോ സമയമില്ല. അനേക കുടുംബങ്ങളിൽ പണ്ട് നമ്മുടെ പിതാക്കന്മാരെ കണ്ടുന്ന സമയത്ത്, അപ്പൂപ്പന്മാരെ അമ്മച്ചിമാരെ കണ്ടുന്ന സമയത്ത് വീടുകളിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു, രാത്രി യോഗങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് പേരക്കുട്ടികളും മക്കളും എല്ലാവരും കൂടി ഇരുന്ന് നല്ലൊരു ആരാധനയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ആരാധന ഇല്ല. വൈകുന്നേരം കഴിഞ്ഞ സീരിയല് അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളാണ് ഇന്ന് വീടുകളിൽ പോകുന്നത്. അപ്പോൾ ആദ്യം ദൈവത്തിന് കൊടുക്കുക, എന്നിട്ട് ബാക്കിയുള്ളതിന് കൊടുത്താൽ മതി. കാരണം നിന്റെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഫുൾ A+ മേടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വലിയ പദവിയിൽ എത്തിയതുകൊണ്ടോ മുഖ്യമന്ത്രി ആയതുകൊണ്ടോ കളക്ടർ ആയതുകൊണ്ടോ കോടീശ്വരൻ ആയതുകൊണ്ടോ ഒന്നും ദൈവം നിങ്ങളെ നോക്കില്ല. ആരെയും പണത്തിന് നോക്കിയല്ല ദൈവം നമ്മളെ നോക്കുന്നത്.
നമ്മൾ ദൈവത്തിന് എത്രമാത്രം യോഗ്യനാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുക്കാൻ നമുക്ക് പണത്തിന് ആവശ്യമില്ല, നമുക്ക് സൗണ്ട് വേണമെന്നില്ല, അല്ലെങ്കിൽ കേൾവി വേണമെന്നില്ല, ഒന്നിനും ആവശ്യമില്ല. ദൈവം നമ്മെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മെ എടുത്തിരിക്കും. അപ്പോൾ സ്നാനപ്പെടാതിരിക്കുന്നവരുണ്ടെങ്കിൽ സ്നാനപ്പെടേണ്ട സമയമായിരിക്കുന്നു. കാരണം ഇനി എത്ര നാൾ ലോകം മുന്നോട്ട് പോകുമെന്ന് പറയാൻ വഴിയില്ല. കാരണം പലവണയും പല കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല കാലമാണ്. ആ കാലത്ത് ദൈവത്തെ അറിഞ്ഞ് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം. അനേകർക്ക് അവസരങ്ങൾ കിട്ടാത്തവരുണ്ട്. അവർ അവസരത്തിനായി വരിക, അവരെ അവസരത്തിന് ചെയ്യുക, അതാണ് നമുക്കറിയാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്നാനപ്പെടുമ്പോൾ പറയാറുണ്ട്, സ്നാനപ്പെട്ട് കയറുമ്പോൾ പറയുന്നുണ്ട്, അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, വിശ്വസനായിരിക്കും ജീവന്റെ കിരീടം നമുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാലം മൊത്തം ജീവാന്ത്യം വരെ വിശ്വസനായിരിക്കണം. ആ വിശ്വസ്ത എന്ന് പറയുന്നത് ദൈവവചനം അനുസരിച്ച് ദൈവ പ്രമാണം അനുസരിച്ച് നടക്കുക എന്നതാണ് ഏറ്റവും വലിയ വിശ്വസ്ത. സത്യത്തിൽ നടക്കുക, അതാണ് നാം ചെയ്യേണ്ട കാര്യം. അല്ലാതെ നമ്മുടെ ജൈവിക മോഹങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ സഭയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. അനേക സഭകളും പോകുന്നത് ഓരോ മനുഷ്യന്റെ താല്പര്യത്തിലാണ്. ഇന്നാൾ ഇത് പറഞ്ഞ് അത് ചെയ്തോണം, മറ്റാൾ അത് പറഞ്ഞ് അത് ചെയ്തോണം. ഇന്ന് അങ്ങനെയാണ് സഭകളുടെ പോക്കുകൾ. അല്ലാതെ ദൈവത്തിനെ പ്രമാണിച്ചോ ദൈവം പറഞ്ഞതായിട്ടോ ഒന്നുമല്ല. ക്രിസ്തുവാണ് സഭയുടെ തല എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ക്രിസ്തു അല്ല, വേറെ പല ആളുകളാണ് ഇന്ന് പലരുടെയും സഭകളുടെയും തല എന്ന് പറയുന്നത്. കാരണം ഇന്ന് മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ് സഭയിൽ നടക്കുന്നത്, ദൈവത്തിന്റെ ആഗ്രഹങ്ങളില്ല. ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ ആദ്യം സഭയിൽ നടത്തുക, അതാണ് വേണ്ടത്. അല്ലാതെ മനുഷ്യന്റെ മോഹമോ മനുഷ്യന്റെ താല്പര്യത്തിൽ ആകരുത് സഭ മുന്നോട്ട് പോകേണ്ടത്. പല സഭകളിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പല സഭകളിലൊക്കെ പണം വാരിക്കൂടിയിട്ട് കത്തിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സഭ എന്ന് പറഞ്ഞാൽ പണം ധാരാളമുള്ളൊരു വലിയൊരു സംവിധാനമാണ്. അപ്പം ഇന്ന് അതിലേക്ക് പോകാതെ വിശ്വാസത്തിൽ ഉറപ്പോടെ ഇരിക്കുക, ആരാധിക്കാൻ വരിക, ആരാധനയിൽ ഉറപ്പോടെ ഇരിക്കുക, ദൈവത്തിൽ അത്രയ്ക്കും വിശ്വാസത്തോടെ ഇരിക്കുക. അപ്പോൾ സ്നാനപ്പെട്ട് നമ്മൾ പറഞ്ഞു ജീവാന്ത്യമുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൽ നമ്മൾ ഇരിക്കുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം. നമ്മുടെ പിതാക്കന്മാരൊക്കെ വിശ്വാസത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ടായിരുന്നു അവർക്ക് ഏതെങ്കിലും ഒരു അപ്പോസ്റ്റലിനെ രോഗം വന്നിട്ട് ചികിത്സിച്ച് രോഗം മാറിയതായിട്ട് ഞാൻ വായിച്ചതായി കണ്ടിട്ടില്ല. ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനെ വരാത്ത കാരണം വേറൊന്നുമല്ല, അവർ അത്രമാത്രം വചനത്തിൽ ഉറപ്പുള്ളവരായിരുന്നു. ദൈവത്തിനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ദൈവം ആരെയും ശിക്ഷിച്ചതായിട്ട് കാണിക്കുന്നില്ല. ദൈവത്തിനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ഏത് പാപിയായാലും എത്ര തെറ്റ് ചെയ്തോട്ടെ, നീ ഹൃദയപൂർവ്വം മാനസാന്തരപ്പെട്ട് വന്നാൽ ദൈവം ക്ഷമിക്കുക തന്നെ ചെയ്യും. കാരണം ദൈവത്തിന് എല്ലാവരും വേണം. അതിനാണ് ദൈവം ഈ ലോകത്തെ മൊത്തം സ്നേഹിച്ച് ക്രൂശിക്കപ്പെട്ടത്. കാരണം എല്ലാവരും ആവശ്യമുണ്ട് ദൈവത്തിന്. ദൈവം ഉണ്ടാക്കിയാണ് എല്ലാവരെയും. കാരണം ലോകം സ്ഥാപിതത്തിന് മുമ്പേ നമ്മെ എല്ലാവരും ദൈവം അറിഞ്ഞതാണ്. എല്ലാവർക്കും എങ്ങനെ വേണം, എന്താണ് എന്ന് എല്ലാം ദൈവം അറിഞ്ഞതാണ്. അപ്പം നമ്മൾ കൂടുതലായി ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരിക എന്നാണ് നാം ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം. നമ്മൾ സ്നാനപ്പെടുമ്പോൾ സഭയോട് ചേർക്കപ്പെടും, സഭയോട് ശരീരമായി ചേർക്കപ്പെടുന്നതാണ്. ഓരോ ശരീരത്തിനും ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന അനേകർക്കും ഓരോ കാര്യങ്ങളുണ്ട്. അനേകർക്ക് ബൈബിൾ വായിക്കാൻ, പ്രസംഗിക്കാൻ, പ്രാർത്ഥിക്കാൻ, അങ്ങനെ അനേക കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് നാം എത്തുന്നില്ല, അല്ലെങ്കിൽ അത് നമ്മൾ പ്രയോജിക്കുന്നില്ല എന്നതാണ് നാം നോക്കേണ്ട കാര്യം. അനേകരുണ്ട്, പ്രസംഗിക്കാൻ നല്ല കഴിവുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. പക്ഷെ അവർ ദൈവാലയത്തിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ വന്നാൽ തന്നെ ഇരിക്കുന്നു എന്നാണ്. പണ്ട് ചർച്ച് ഓഫ് ഗോഡിലൊരു പാസ്റ്റർ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു, പ്രസംഗം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടാണ്, വന്നോണം, ഇരുന്നോണം, ഇട്ടോണം, പൊക്കോണം. പറഞ്ഞ വരണം, ഇരിക്കണം, പൈസ ഇടണം, പൊക്കോണം, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം അവർക്ക് വേണം. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ നന്നായി പ്രസംഗിച്ചു, അതിപ്പോൾ ഒരു മൂപ്പന് ഇഷ്ടപ്പെട്ടില്ല, അവൻ എന്നെക്കാളും നന്നായി പ്രസംഗിക്കണു എന്ന് പറഞ്ഞാൽ അപ്പോൾ അവനെ താഴ്ത്തി അവിടെ. കാരണം ലീഡർഷിപ്പാണ് ഇന്ന് സഭകളിൽ. അവനാണ് വലുത്, വേറെ ആരുമില്ല, ആൾ മാത്രമാണ് വലുത് എന്ന രീതിയിലാണ് പോണത്. ആൾ പറഞ്ഞ് മാത്രം കേൾക്കണം എല്ലാവരും എന്ന രീതിയിലാണ്. കാരണം എല്ലാവരും തുല്യരാണ് സഭകളിൽ, എല്ലാവരും ഒറ്റ ഒരാളാണ്. അവിടെ സ്ത്രീ എന്നോ പുരുഷനെന്നോ വേർതിരിവില്ല, എല്ലാവരും ഒറ്റ ശരീരമാണ് ദൈവത്തിന് മുമ്പിൽ. അവിടെ പണക്കാരനോ പണം ഇല്ലാത്തവനോ എന്നില്ല, ദരിദ്രനോ അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല. ദൈവസേനയിൽ എല്ലാവരും തുല്യരാണ്. ദൈവത്തിന് എല്ലാവർക്കും വേണ്ടവരാണ്. ദൈവം എല്ലാവരും തുല്യമായിട്ടാണ് നോക്കുന്നത്. അല്ലാതെ പുരുഷന്മാർക്ക് വലുത് സ്ത്രീകൾക്ക് ചെറുത് എന്നൊന്നുമില്ല. എല്ലാവരും തുല്യരായിട്ടാണ്. എല്ലാവരും അന്നത്തെ കാലഘട്ടത്തിലായിക്കോട്ടെ സ്ത്രീകളും ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചതായിട്ട് ബൈബിളിൽ കാണുന്നുണ്ട്. ഈ സ്ത്രീകളും എൻ്റെ കൂടെ ഉപദേശ ഘോഷണത്തിൽ ഉണ്ടായിരുന്നു എന്ന് അവരും പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് അവസരം, എല്ലാവർക്കും അന്ന് ദൈവത്തെ ആരാധിപ്പാനും ദൈവസന്നിധിയിൽ വരാനും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അവർ നന്നായി പ്രവർത്തിക്കുമുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ആർക്കും താല്പര്യമില്ല. എല്ലാവരും ഇന്ന് അടിച്ചമർത്തുകയാണ്. ആരും ഒന്നും ചെയ്യരുത്, ഞങ്ങൾ മാത്രം ഇവിടെ ചെയ്യാൻ പാടൂ എന്ന രീതിയിലാണെന്ന് പല സഭകളിലും പോക്ക്. ശരിക്കും ദൈവം എല്ലാവരും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഒരാൾ മാത്രമല്ല, എല്ലാവരും സഭ മൊത്തം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം. കാരണം സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോഴാണ്
കാരാഗ്രഹത്തിൽ നിന്ന് വരേണ്ടി വന്നത്, അല്ലേ? കാരാഗ്രഹത്തിന്റെ ചെങ്ങലകൾ അഴിഞ്ഞു പോയത്. സഭ മൊത്തത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ നമുക്ക് സഭയിൽ ഒരാൾക്ക് രോഗം വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ സഭ മൊത്തം ഇരുന്ന് പ്രാർത്ഥിക്കണം. ഇത് ഒന്നോ രണ്ടോ പേര് പ്രാർത്ഥിക്കും, മറ്റുള്ളവർ അവരുടെ മുഖങ്ങളിലേക്ക് പോകും. ഈ സഭ മൊത്തം ഇരുന്ന് പ്രാർത്ഥിച്ചാൽ, സഭയിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ അതിനുണ്ടാകുന്ന അനുഗ്രഹം, അതിലുണ്ടാകുന്ന എനർജി മറ്റു വേറെ ഒന്നിനും നമുക്ക് ഈ ലോകമോഹത്തിലുള്ള ഒന്നിനും ഉണ്ടാവില്ല. നമ്മൾ ഏത് പരിപാടിക്ക് പോയിക്കോട്ടെ, എന്തിനു പോയിക്കോട്ടെ, സഭയിൽ വന്നിരുന്ന് ആരാധിക്കുന്നതിലും ദൈവത്തെ ആരാധിക്കുന്നതിലും ഉള്ള അത്രയ്ക്കും എനർജിയും അത്രയ്ക്കും നല്ല കാര്യം വേറെ ഒന്നിനും ഇല്ല. കാരണം ദൈവം സന്നിധി അത്രയ്ക്കും നല്ലതാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ജയിക്കാം, ഈ ലോകത്തെ ഏതും ജയിക്കാം. ഇപ്പോൾ അനേകരും ക്രിസ്ത്യൻസിനെ തല്ലിക്കൊള്ളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉറപ്പോടെ പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അതൊക്കെ മാറി മറിയും. കാരണം ഇവരെല്ലാവരും ദൈവം ഉണ്ടാക്കിയത്. ദൈവത്തിന് ഒരു ചിന്ത മതി ഇതെല്ലാം മാറ്റി മറിക്കാൻ. ഇന്നത്തെ കാലം തൊട്ടല്ല വിഗ്രഹാരാധനയെ പറ്റി തുടങ്ങിയത്. പണ്ട് കാലത്തിലും ഈ ശദ്രക്ക് മേശക്കിനായിക്കോട്ടെ ദാനിയേലിനായിക്കോട്ടെ വിഗ്രഹത്തെ ആരാധിക്കൊണ്ടാണ് ഇവരെ ഇതൊക്കെ ശിക്ഷിച്ചത്. അപ്പൊ അവർക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇന്ന് നമുക്കൊന്നും സംഭവിക്കില്ല. കാരണം ഇന്ന് നമ്മൾ വിശ്വാസത്തിലല്ല, ഇന്ന് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് തോന്നിയ പോലെയാണ് നമ്മൾ ഇന്ന് നടക്കുന്നത്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനല്ല, ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് അനുകൂലതയോടെ നമ്മൾ നിന്നാ നമുക്ക് ഏത് വലിയ പ്രതിസന്ധി വന്നോട്ടെ, എന്തും വന്നോട്ടെ, വചനം പറയണത് ഒന്നും തെറ്റല്ല, എല്ലാം ശരി തന്നെയാണ്. വചനം ഉൽപ്പത്തിയോട് വെളിപ്പാട് വരെ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാത്ത പല കാര്യങ്ങളും ഉണ്ട് വചനത്തിൽ. കാരണം വചനം അത്രയ്ക്കും കട്ടിയാണ്, വചനത്തിൽ അത്രയ്ക്കും വലിയ കാര്യങ്ങളും ഉണ്ട്. വചനം മൊത്തം പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കുറച്ച് പാടുള്ളതാണെങ്കിലും വചനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പഠിക്കാൻ ഭയങ്കര എളുപ്പമുള്ള ഒരു ബുക്കും കൂടിയാണ് വചനം. കാരണം ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ തന്നിരിക്കുന്ന ഒരേ ഒരു ആയുധമാണ് ഈ വചനം എന്നത്. ഈ വചനം എന്ന ആയുധം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒന്നിനോ നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരാൾക്ക് നമ്മൾ ചെയ്യാൻ കഴിയില്ല. കാരണം ദൈവത്തിന്റെ ശക്തി അത്രമാത്രമാണ്. ദൈവത്തിന്റെ ഒരു കോഴി തന്നെ ചിറകടിയിൽ മറയ്ക്കുന്നു. കാരണം കഴുകൻ വരുമ്പോൾ കോഴി ചിറകടിയിൽ മറിക്കുന്നുണ്ട്. കാരണം ആ കഴുകിന് പിന്നെ കോഴിക്കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അന്ന് പറഞ്ഞ പോലെയാണ്, നമ്മെ ആര് എന്ത് ചെയ്യാൻ വന്നാലും ദൈവം അവന്റെ ചിറകടിയിൽ നമ്മളെ മറക്കുന്നുണ്ട്. നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. വചനത്തിൽ പറയുന്നു, അവൻ നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്നാണ്. കൃഷ്ണമണിയെ തൊടാൻ നമുക്ക് തന്നെ നേരവണ്ണം കഴിയില്ല. അപ്പോൾ അങ്ങനെയാണ്, നമ്മളെ തൊടുന്നവൻ അവന്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്നാണ് വചനം. വചനം ചുമ്മാ എഴുതി വെച്ചിരിക്കുന്നതല്ല. വചനം എഴുതിക്കുന്ന കാര്യങ്ങളൊന്നും പലരും പറയുന്നുണ്ട് ഇതൊക്കെ രാമായണ കഥകളെ പോലെ അല്ലെങ്കിൽ മറ്റേ ബാലരമ കഥകളെ പോലെയുള്ള കഥകളാണ്. ഒരാൾ വന്ന് ഇവിടെ വന്നു വലിയ അത്ഭുതങ്ങൾ ചെയ്യണു, മരിക്കുന്നു, പോകുന്നു എന്ന രീതികളാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഇത് എത്രമാത്രം സത്യമാണ്. നമുക്ക് അനുഭവമുണ്ട്, ഇതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടത്. പക്ഷെ ആ അനുഭവം നമ്മൾ പുറത്ത് കാണിക്കണം. പലർക്കും എന്താ വീടുകളായി വലിയ അക്കൗണ്ടുകളായി എല്ലാം ആയിപ്പോന്ന് ആർക്കും ദൈവത്തിന് വേണ്ട. അപ്പോൾ ദൈവം ഇതെല്ലാം തന്നപ്പോൾ ആർക്കും വേണ്ട. പലരും മക്കളെയൊക്കെ പഠിപ്പിച്ച് വലിയ വിദേശത്തെത്തി, മക്കൾ പറയുന്നു നമുക്ക് പാവപ്പെട്ട സഹായിക്കാം. അപ്പോൾ അവർ പറയണു വേണ്ട, എന്തിനും അവരെ സഹായിക്കണം എന്ന രീതിയിലാണ്. കാരണം ദൈവമാണ് അവർക്കെല്ലാം കൊടുത്തത്. ദൈവം തന്നെ പറഞ്ഞല്ലോ, രണ്ടുള്ളവ ഒന്നില്ലാത്തവനെ കൊടുപ്പീൻ. അപ്പോൾ ഇവിടെ 2, 3, 5, 6 ഉണ്ടായിട്ടും ഇല്ലാത്തവന്മാർക്ക് കൊടുക്കുന്നില്ല. അതാണ് ഉള്ള കാര്യം. ഇവിടെ എല്ലാവിടെയും അങ്ങനെയാണ് സംഭവിക്കുന്നത്. പല ബന്ധുക്കളും തമ്മിൽ ശത്രുതയാണ്. പലവരും ബന്ധുക്കൾ തമ്മിൽ ഇപ്പം ചേട്ടനെ കണ്ടാലും അല്ലെങ്കിൽ അനിയൻ ചേട്ടനെ കണ്ടാലും പെങ്ങളെ കണ്ടാലും ഒക്കെ തല്ലാണെന്ന്. നേരെ വന്നാൽ അവരുടെ വീട്ടിൽ പോവില്ല. മൊത്തം പ്രശ്നങ്ങളാണെന്ന്. വീടുകളിലായിക്കോട്ടെ, ഭാര്യ ഭർത്താവായിക്കോട്ടെ, എല്ലാവിടെ ആയിക്കോട്ടെ ഇന്ന് പ്രശ്നങ്ങളാണ്. കാരണം പ്രശ്നങ്ങൾ വരാൻ കാരണം ആരും ദൈവത്തിൽ ഉറപ്പുള്ളവരല്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ആദ്യം പണ്ടുള്ള കാലഘട്ടത്തിലെ തലമുറയും ഇന്നുള്ള കാലഘട്ടത്തിലെ തലമുറയും നല്ല വ്യത്യാസമുണ്ട്. പണ്ട് പിതാക്കന്മാർ അവിടെ സഭകളിൽ മക്കളെ കൊണ്ടുപോകായിരുന്നു. ഒരു ഞായറാഴ്ച പോലും മുടക്കാതെ സൺഡേ സ്കൂളുകൾക്കും അല്ലെങ്കിൽ സഭായോഗങ്ങൾക്കും പണ്ടുള്ള ആർസിക്കാർക്ക് ആണെങ്കിൽ അവർ പാതി കുർബാനയ്ക്ക് തന്നെ മക്കളെ കൊണ്ടുപോകും, വെളുപ്പനെ തന്നെ എണിപ്പിച്ച് കൊണ്ടുപോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നെയൊക്കെ അമ്മയൊക്കെ നല്ല ചെറുപ്പം തന്നെ സൺഡേ സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ജീനാൻറ്റിയുള്ള സമയത്ത് ഈവാനിയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അന്ന് അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു. പക്ഷെ ഇന്ന് അമ്മമാർക്ക് കഴിയുന്നില്ല. ആദ്യം വീട്ടിലെ പണികൾ തീർത്ത് അത് വെച്ച് ഇത് വെച്ചൊക്കെ വരികയാണ്. അപ്പോൾ ഇന്ന് തലമുറകൾ നശിച്ചു പോകാൻ കാരണം നമ്മളൊക്കെ തന്നെയാണ്. കാരണം അന്ന് ദൈവഭക്തിയിലും പിതാവിൻ്റെ ഇഷ്ടത്തിലുമാണ് മക്കളെ നടത്തിയതെങ്കിൽ ഇന്ന കാലഘട്ടത്തിൽ അങ്ങനെയില്ല. ഇന്ന് മക്കൾക്ക് മക്കളുടെ വഴി, മാതാപിതാക്കൾക്ക് മാതാപിതാക്കളുടെ വഴി, ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അനേക കുടുംബങ്ങളിലും അമ്മമാരെ അനാഥശാലയിൽ പോകേണ്ടത് വന്നതും അനേക കാര്യങ്ങൾ പോകേണ്ടി വന്നത്. കാരണം ഇന്ന് അനാഥശാലയുടെ എണ്ണം കൂടുന്ന കാരണവും ഇതൊക്കെ തന്നെയാണ്. മക്കൾക്ക് ഇപ്പോൾ അമ്മയും അപ്പന്മാരും വേണ്ട, അവർക്ക് ഇപ്പോൾ ലോകപ്രകമായ മോഹങ്ങളും കാര്യങ്ങളും മതി. അതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ ദൈവഭയത്തിലും ദൈവഭക്തിയിലും വളർത്തിയാൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും നല്ലൊരു അനുഗ്രഹമാണ്.
ഇസഹാക്കിനെ യാഗം കഴിക്കാൻ അബ്രഹാം കൊണ്ടുപോയി. അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് തന്നെ ഇസാഖ് നല്ല രീതിയിലാണ് വളർന്നു വന്നത്, അല്ലേ? ഇസാഖ് നല്ലൊരാളായി തീർന്നു. അങ്ങനെ അനേകരും ഉണ്ട് വചനത്തിൽ. അപ്പോൾ ദൈവഭക്തിയിലും ദൈവ പ്രമാണത്തിലും നമ്മൾ അനുസരിച്ച് വളർന്നാൽ, ദൈവത്തിന് അനുകൂലതയിൽ നമ്മൾ നടന്നാൽ, നമുക്ക് ഉണ്ടാകുന്നതിനേക്കാൾ അത്ര ശക്തി വേറെ ഈ ലോകത്ത് ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ ഈ ആയുധം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഈ ആയുധം നമുക്ക് തന്നിരിക്കുന്നത് പ്രയോഗിക്കാനാണ്. അനേകരും ഈ വചനം എന്ന ഈ ആയുധം പ്രയോഗിക്കുന്നില്ല എന്നതാണ്. പ്രയോഗിക്കുന്നുണ്ടെങ്കിലും അത് സ്വന്തം ഇഷ്ടത്തിനും അങ്ങനെ പല വ്യക്തി താല്പര്യത്തിനും വേണ്ടിയാണ് അവർ പലതും പ്രയോഗിക്കുന്നത്. അപ്പോൾ ന്യായവിധിയിൽ അകപ്പെടാണ്ടിരിക്കണമെങ്കിൽ, അന്ത്യകാലത്ത് ശിക്ഷവിധി നമുക്ക് വരാണ്ടിരിക്കണമെങ്കിൽ, സ്വർഗരാജ്യത്തിന് നമുക്ക് അവകാശിയാകണമെങ്കിൽ, പണ്ട് പൂർവ്വ പിതാക്കന്മാർ, അപ്പോസ്തലന്മാർ ദൈവത്തെ എങ്ങനെയാണോ ആരാധിച്ചേ, ദൈവത്തിൽ എങ്ങനെയാണോ പ്രത്യാശ വെച്ചേ, ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാതെ ഇന്നത്തെ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ ഒരാളും ഈ സഭയിലല്ല, ഈ ലോകത്തെ ആരും സ്വർഗരാജ്യത്തിൽ കയറില്ല. അത് ഞാൻ ഉറപ്പോടെ പറയാം, ഞാനടക്കം ആരും സ്വർഗരാജ്യത്തിൽ കയറില്ല. കാരണം ഈ ലോകപ്രകാരമായ മോഹങ്ങളിൽ നിന്ന് അനേകരും അനേക കാര്യങ്ങളിലും കള്ളസാക്ഷ്യം പറയുന്നത്, നുണ പറയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും നുണ പറയും. അങ്ങനെ ദൈവപ്രമാണം അനുസരിക്കണമെങ്കിൽ പല പ്രശ്നങ്ങളാണ്, അത്രയ്ക്കും കട്ടിയാണ് ദൈവവചനം അനുസരിക്കണമെങ്കിൽ. പക്ഷെ അനുസരിച്ചാൽ സ്വർഗരാജ്യം എന്ന വലിയൊരു നിത്യജീവിതം അത് നമുക്ക് ലഭിക്കും. അതിനു വേണ്ടി ഈ കെടാത്ത തീയും ചാവാത്ത പുഴുണ്ട്. അപ്പോൾ അത്രമാത്രം അതിൽ മാത്രം പോകണോ അതോ നല്ല രീതിയിലുള്ള സ്രോതത്തിൽ പോകണമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. അപ്പോൾ നല്ല കടും ചൂടിലിരിക്കണോ അതോ രണ്ടിനും ഇടയിലിരിക്കണോ നമ്മൾ തന്നെ ചിന്തിക്കുക. അപ്പോൾ ദൈവസന്നിധി വന്നാൽ, ദൈവത്തെ ആരാധിച്ച, പ്രമാണം അനുസരിച്ച് നടന്നാൽ നമുക്ക് നല്ലത് കിട്ടും, ഇല്ലെങ്കിൽ ചീത്തത് കിട്ടും. ലോകത്തിൽ അങ്ങനെ തന്നെയാണ്. നല്ല ചെയ്താൽ നല്ലത് കിട്ടും, ചീത്ത ചെയ്താൽ ചീത്ത കിട്ടും. നീ ഇപ്പോൾ എന്താണോ നിന്റെ അമ്മയും അപ്പനോട് ചെയ്യുന്നത്, അതിനെ നിന്റെ തലമുറ നിന്നോട് ചെയ്യും. അത് ഉറപ്പാണ്. അത് വചനം എഴുതി വെച്ചിട്ടുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ എന്താണോ നമ്മുടെ മാതാപിതാക്കളോടും ഈ ലോകത്തോടും ചെയ്യുന്നത്, അത് തന്നെയായിരിക്കും നമ്മുടെ തലമുറയും ചെയ്യുക. കാരണം നമ്മെ കണ്ടാണ് തലമുറ വളരുന്നത്. എന്നാൽ നമ്മൾ ദൈവഭക്തിയിലും ദൈവഭയത്തിലും ദൈവപ്രമാണത്തിലും നടന്നാൽ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അനേകർക്കും വന്നു കഴിഞ്ഞാൽ ഈ സഭയിലിപ്പോൾ ഏകദേശം 30 അങ്ങനെ എത്ര ആളുകൾ ഇപ്പം നിലവിലുണ്ട്. പോയതെല്ലാം വെച്ച് ഇപ്പം നിലവിലുണ്ട്. പോയത് അതിനേക്കാൾ എണ്ണം കൂടുതലാണ്. അതിപ്പോൾ പറയണില്ല, കാരണം പല കാരണങ്ങളായിരിക്കും പോയിണ്ടാകുക, അത് പറയണില്ല. പക്ഷേ ഉള്ളവർ നേരവണ്ണം വന്നു കഴിഞ്ഞാൽ ഈ കസേരകൾ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കില്ല, അത് ഉറപ്പാണ്. കാരണം നിങ്ങൾ ആദ്യം ദൈവസഭയിലേക്ക് വരണം, ദൈവഭക്തിയിൽ ഇരിക്കണം. എങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് സുഖമായി ജീവിക്കാം. നമുക്ക് പണം ഉണ്ടായതുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ട കാര്യമില്ല. പണം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ദൈവം തരും. മറ്റേ ആകാശത്തെ പറവകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എന്ന് പറയണില്ലേ, ദൈവം അന്നുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പണം സ്വരൂപിച്ച് വെച്ചാലും നമുക്ക് ഭക്ഷണം ഇല്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള സമയത്ത് ദൈവം കൊണ്ട് തരും. അത് ദൈവവചനത്തിലുള്ള ഉറപ്പാണ്. പക്ഷെ ആ വിശ്വാസം നമുക്ക് വേണം. ദൈവം അത്തിമരത്തെ ഒറ്റ വാക്കിനാൽ മൊത്തം വാടിപ്പിച്ച് കളഞ്ഞു. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുക. വിശ്വാസത്തിൽ ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോന്ന് പറഞ്ഞാൽ അത് പോകും. അപ്പോൾ വിശ്വാസം മാത്രം മതി. ദൈവം എൻ്റെ കൂടെ ഉണ്ടാകും. ദൈവത്തിൽ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സകലവും ലഭിക്കും, ഒരു കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകം നമുക്ക് മൊത്തം നേടിവെക്കാൻ കഴിയും. ദൈവത്തിന് മാത്രം സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി. കാരണം ദൈവശക്തി എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ശക്തിയാണ്. ഈ ലോകത്തിൽ നമ്മൾ ഒരു പാർട്ടിക്കാരൻ്റെ അടുത്ത് പോയാലോ അല്ലെങ്കിൽ വലിയ പണക്കാരുടെ അടുത്ത് പോയാലോ ഉണ്ടാകുന്ന ഒന്നുമല്ല. ദൈവസേനയിൽ വന്നാൽ ഉണ്ടാകുന്ന സുരക്ഷയും ദൈവസേനയിൽ വന്നാൽ ഉണ്ടാകുന്ന ആ ഒരു ഉണർവും വേറെ ഈ ലോകത്തെ ഏത് മനുഷ്യനെ ആശ്രയിച്ചാലും എന്തിലാശ്രയിച്ചാലും നമുക്ക് കിട്ടില്ല. അപ്പോൾ അനുകൂലത എന്നത് വലിയൊരു തന്നെയാണ്. വചനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അനുകൂലത. ദൈവത്തിന് അനുകൂലത ഉണ്ടായി അനേകനെ രക്ഷപ്പെട്ട ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അനേകരുണ്ട്. പലവർക്കും ദൈവം പലപ്പോഴും ഇങ്ങനെ ഹബുക്കിൻ്റെ കഥ കേട്ടു, പിന്നെ നമ്മൾ സ്ത്രീൻ്റെ കഥ കേട്ടു. കഴിഞ്ഞ മുമ്പ് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു സ്ത്രീനെ കുട്ടി പറഞ്ഞു. അങ്ങനെ അനേകരുണ്ട്. ഫസ്റ്റൊന്നും ഇവർക്കൊന്നും നടന്നില്ല. കുറേ അവർ കരഞ്ഞു, കുറേ പ്രാർത്ഥിച്ചു, കുറേ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഹബുക്കും ശദ്രക്കിനൊക്കെ ഒക്കെ ദൈവം നടത്തായിരുന്നു. ഫസ്റ്റ് തന്നെ അവർക്ക് ചെയ്യായിരുന്നു, അല്ലേ? ദാനിയേലിനെ ആയിക്കോട്ടെ, സിംഹക്കുഴിയിൽ കൊണ്ടുപോകണം മുമ്പ് തന്നെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ദൈവം അത്ഭുതം പ്രവർത്തിച്ചില്ല. അവസാന സമയത്തായിരുന്നു ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്. അത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിലും ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ തയ്യാറായി ഇരിക്കുക, നമ്മുടെ ഹൃദയം അതിനുവേണ്ടി ദൈവത്തിന് തുറന്നു കൊടുക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. കാരണം അവസാന കാലഘട്ടത്തിൽ എല്ലാവരും അറിയണം, എൻ്റെ ദൈവം ഇതാണ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. കാരണം ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടത് അവിടെ രാജാവ് എന്ന് പറഞ്ഞു, അച്ഛനായ ദൈവത്തിൻ്റെ ദാസനായ ദാനിയേൽ. അവിടെ അങ്ങനെ വിളിപ്പിക്കാനായിരിക്കും ദൈവം ദാനിയേലിനെ ആ സിംഹക്കുഴിയിൽ ഇടിപ്പിക്കാൻ വരെ കാത്തിരുന്നത്.
അപ്പൊ ദൈവത്തിന് മഹത്വം എന്താണെന്ന് ഈ ജനം അറിയണം, ഈ ലോകം അറിയണം. അതിനുവേണ്ടി നാം ദൈവത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് നാം ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിന് അവസാനം ഞാൻ പറയാം, നമുക്ക് ജഡികമായ മോഹങ്ങളൊക്കെ വേണം. ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ജഡികമായ മോഹങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ആദ്യം ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക. ഞായറാഴ്ചകളിൽ ദൈവസേനയിലേക്ക് വരിക, മുടങ്ങാതെ വന്ന് നോക്കുക. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. കുടുംബമായിട്ട് ഭാര്യ മക്കള് ഒക്കെ ആയിട്ട്, മക്കൾ വിദേശത്താണെങ്കിൽ ഒക്കെ, അല്ലെങ്കിൽ ഭാര്യയും മകനും ഒക്കെ ആയിട്ട്, ഭർത്താവ് ഒക്കെ ആയിട്ട് ദൈവസേനയിൽ ഒരു ദിവസമെങ്കിൽ വന്ന് വിശ്വാസത്തോടെ ഇരുന്ന് സത്യത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഉണ്ടാകുന്ന ഒരു മാറ്റം അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇത്രനാൾ നിങ്ങൾ പ്രാർത്ഥിച്ച മാറ്റവും നിങ്ങൾ കുടുംബമായി വന്ന് വിശ്വാസത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മാറ്റവും തമ്മിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കുടുംബമായി നിങ്ങൾ വരിക, കുടുംബമായി വന്ന് ആരാധിക്കുക. ഞാനും എൻ്റെ കുടുംബം യഹോവയെ ആരാധിക്കുമെന്നാണ്. കുടുംബമായി വന്നിരുന്ന് ആരാധിക്കുക, ഒറ്റയ്ക്കല്ല. കുടുംബമായി വന്നിരുന്ന് ആരാധിച്ച് ദൈവത്തിൽ ഉറപ്പായിട്ട് ഇരുന്ന് ആരാധിക്കുക. അതാണ് നാം ചെയ്യേണ്ടത്. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വിശ്വാസത്തോടെ ഇരുന്ന് നല്ല രീതിയിൽ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ദൈവത്തിൽ അനുകൂലമായി ഇരുന്ന് പ്രവർത്തിക്കുക എന്നാണ് ഞാൻ ചെയ്യേണ്ടത്. ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നോക്കുന്നത്.